ആന്റി സ്നേക്ക് വെനം അഥവാ ASV 1800കളുടെ അവസാനത്തിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് കലാമേറ്റാണ് ഇത് കണ്ടുപിടിച്ചത്. ASV എന്നത് പാമ്പ് കടിയേറ്റവർക്ക് ജീവൻ രക്ഷാമരുന്നായി നൽകുന്ന പ്രതിവിഷമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പാമ്പ് കടിയേറ്റാൽ വിഷം മണിക്കൂറുകൾക്കുള്ളിൽ ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും പലപ്പോഴും കിഡ്നി, രക്തചംക്രമണ വ്യവസ്ഥ എന്നിവയുടെ പ്രവർത്തനം നിലയ്ക്കുകയും ഇത് മരണകാരണമാവുകയും ചെയ്യും. ഇവിടെയാണ് ASV ഒരു അത്ഭുത മരുന്നായി പ്രവർത്തിക്കുന്നത്. ധാരാളം പ്രോട്ടീനുകളും എൻസീമുകളും അടങ്ങിയ പാമ്പിൻ വിഷത്തെ ASV വിഘടിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു. ASV നിർമ്മിക്കുന്നത് പ്രധാനമായും കുതിരകളിൽ നിന്നാണ്. വേർതിരിച്ചെടുത്ത പാമ്പിൻ വിഷം വളരെ നേരിയ അളവിൽ കുതിരയിൽ ആദ്യം കുത്തിവെക്കുന്നു. ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള കുതിര വിഷത്തിനെതിരെ ആന്റിബോഡി നിർമ്മിക്കുന്നു. നിശ്ചിത ഇടവേള കഴിഞ്ഞ് കുറച്ചുകൂടെ ഉയർന്ന അളവിൽ വീണ്ടും വിഷം കുത്തിവെക്കുന്നു. ഈ പ്രോസസ് വർഷങ്ങളോളം തുടരുമ്പോൾ കുതിരയുടെ ശരീരത്തിൽ മുഴുവൻ ആന്റിബോഡിയായി മാറുന്നു. ശേഷം കുതിരയുടെ രക്തം ശേഖരിച്ച് അതിൽ നിന്ന് ആന്റിബോഡികൾ അടങ്ങിയ പ്ലാസ്മ വേർതിരിച്ച് പൗഡർ രൂപത്തിൽ സൂക്ഷിക്കുന്നു. ബാക്കി വന്ന രക്തം കുതിരയിൽ തന്നെ വീണ്ടും കുത്തിവെക്കുന്നു. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന വസ്തുവാണ് ആന്റി സ്നേക്ക് വെനം അഥവാ ASV. എന്നാൽ പാമ്പ് കടിയേറ്റ എല്ലാവർക്കും ASV നൽകാറില്ല. കാരണം പലപ്പോഴും നമ്മെ കടിക്കുന്ന പാമ്പുകൾ വിഷമില്ലാത്തവയാവും. മറ്റു ചിലപ്പോൾ വിഷപ്പാമ്പ് കടിച്ചാലും വിഷം ശരീരത്തിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. ശരീരത്തിൽ വിഷം കയറി എന്ന് ഉറപ്പായാൽ എത്ര പെട്ടെന്ന് ആന്റി സ്നേക്ക് വെനം കുത്തിവെച്ചോ അത്രയും നല്ലത്. ശരീരത്തിൽ വിഷം കടന്നു എന്ന് ടെസ്റ്റുകളിലൂടെയും ലക്ഷണങ്ങളിലൂടെയും ഒരു ഡോക്ടർക്ക് അറിയാൻ പറ്റും. 10-20 വയൽ ASV ആദ്യം കുത്തിവെക്കും. പിന്നീട് രോഗിയുടെ പുരോഗതി അനുസരിച്ചാണ് നൽകുക. ASV പലപ്പോഴും അലർജിക്കും സൈഡ് എഫക്റ്റിനും കാരണമാവും. പക്ഷെ ജീവന് വേണ്ടി മല്ലിട്ട് നിൽക്കുന്ന സമയത്ത് അലർജിയേക്കാൾ പ്രധാനം ജീവനായതുകൊണ്ട് തന്നെ അതാരും ശ്രദ്ധിക്കാറില്ല. എല്ലാ പാമ്പിൻ വിഷത്തിനും ഒരേ ആന്റി സ്നേക്ക് വെനം തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായേക്കാം. പേടിക്കേണ്ടതില്ല. ഏകദേശം എല്ലാ വിഷങ്ങളുടെയും മിക്സ്ചർ രൂപത്തിലാണ് ASV ഓരോ നാട്ടിലും ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആയതിനാൽ കടിച്ച പാമ്പ് ഏതായാലും ഒരു കുഴപ്പവുമില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ പാമ്പ് കടിയേറ്റുള്ള ദാരുണ മരണം ഈ കുത്തിവെപ്പിലൂടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്.